ലാലേട്ടനും പൃഥ്വിരാജും വന്നിട്ട് ഖലീഫ ട്രെയിലർ തൂക്കും, ഓണവും തൂക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം അമ്മാതിരി മാസ് ആക്ഷൻ ഓറ പരിപാടിയായിരിക്കും വരുന്നത്, അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം ഇറങ്ങിയ ഗ്ലിംസിൽ തന്നെ എല്ലാം വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഒരു DQയുടെ IMDb ട്രെയിലർ റിലീസ് ചെയ്യപ്പോഴും എന്താണ് കണ്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഖലീഫയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ. 2026 ഓണം റിലീസിൽ ഏറ്റവും പ്രതീക്ഷയോടെ വരുന്ന ഒരു ചിത്രം കൂടെയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ജിനു എബ്രഹാം ആണ് റൈറ്റർ. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ഓഗസ്റ്റ് 20-നാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ സിനിമയുടെ ഒപ്പം തന്നെ ദുൽഖറിന്റെ അയാം ഗെയിമും സെയിം ദിവസം തന്നെ ഓഗസ്റ്റ് 20-ന് റിലീസാകുന്നുണ്ട്. ഇതുപോലെ ഓഗസ്റ്റ് 21-ന്, അതായത് ഈ രണ്ട് സിനിമകളും കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് നിവിൻ പോളിയുടെ ഒരു ചിത്രം കൂടെ വരുന്നുണ്ട്, ബത്ലഹാം കുടുംബ യൂണിറ്റ്. അതൊരു ഫാമിലി ഓറിയന്റഡ് മൂവി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമ ഏറ്റവും വലിയൊരു പ്രതീക്ഷയിൽ വരുന്ന സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് നായകനാകുന്നു എന്നതിൽ മാത്രമല്ല, ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു താരം കൂടെ ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. ആമിർ അലി, പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന വേഷത്തിന്റെ ക്യാരക്ടർ നെയിമാണ് ആമിർ അലി. അതിൽ വരുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ അവർ ഇന്റർവ്യൂസിലും കാര്യങ്ങളും പറയുന്നുണ്ട്, സിനിമയിൽ മുഴുനീളം ലാലേട്ടൻ കാണില്ല, ഒരു ടെയിലെൻഡ് എന്ന പോലെ ക്ലൈമാക്സ് പോർഷനിൽ ലാലേട്ടന്റെ വരവ് വരും. ബട്ട് സിനിമയിൽ ഉടനീളം തന്നെ ലാലേട്ടൻ ഉണ്ട്, ലാലേട്ടൻ ആരാണ്, ലാലേട്ടന്റെ രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. അവസാനം ലാലേട്ടന്റെ ഒരു ക്യാമിയം കൂടെ ആയിട്ട് കത്തിക്കും. എന്നിട്ട് സെക്കൻഡ് പാർട്ടിലായിരിക്കും ലാലേട്ടന്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള മമ്പറക്കൽ അഹമ്മദ് അലി ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു ഫുൾ സിനിമയായിട്ട് വരുന്നത്. അപ്പൊ ഈ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെ പൃഥ്വിരാജ് സുകുമാരനും ലാലേട്ടനും ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ അയാം ഗെയിം ട്രെയിലർ റിലീസായപ്പോഴേക്കും തന്നെ പാതി പേർക്കും മനസ്സിലായിട്ടുണ്ട് പടം അവിഞ്ഞ കഞ്ഞി പോലെ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന്. കാരണം ട്രെയിലർ കണ്ട് പലരും കൺവിൻസ്ഡ് അല്ല, പലരും സാറ്റിസ്ഫൈഡും അല്ല. ബട്ട് ബ്ലഡ് ലൈൻ എന്നൊരു ഖലീഫ ഗ്ലിംസിൽ എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്ത് സിനിമയാണാ ചെയ്തു വെക്കുന്നേ, അല്ലെങ്കിൽ എന്താണ് ചെയ്ത് കൂട്ടുന്നതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആമിർ അലിയുടെ ഒരു ചെറിയൊരു പശ്ചാത്തലം പറയുവാണെങ്കിൽ, ആമിർ അലിയും ഗ്യാങ്ങും ആ ഒരു സിറ്റുവേഷൻ, ആമിർ അലി ഒരു കിങ് പിൻ ആണ്. അപ്പോ ലാലേട്ടൻ ആരാണെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ. ആ കിങ് പിൻ, അതായത് അവരുടെ ഒരു ഫാമിലി എംപയർ തന്നെ അവർ ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു ഫാമിലി എംപയർ ആണ്. ആൻഡ് അവർക്ക് ആ ഒരു ക്രൈമിൽ തന്നെ ലെഗസി ഉണ്ട്. അത്രയും വലിയൊരു ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്. പോലീസ്, പട്ടാളം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ പേടിക്കുന്ന, അല്ലെങ്കിൽ തൊടാൻ മടിക്കുന്ന രീതിയിലുള്ള ക്രൈം ലെഗസി ഉള്ള ഒരു കിങ് പിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ആൻഡ് പ്രത്യേകിച്ച് തന്നെ പൃഥ്വിരാജിന്റെ ലുക്കും കാര്യങ്ങളും ഈ പടത്തിൽ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, വേറെ ലെവലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ തന്നെ അവസാനമായിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു താടി, ആ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ബുഗാട്ടി അങ്ങനെ എന്താണ്, ആ ഒരു താടിയൊക്കെ വെച്ച് എന്താ ലുക്കാണ്. സ്റ്റൈലിഷ് ദുൽഖറൊക്കെ തന്നെയാണ്, പക്ഷെ ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും പൃഥ്വിരാജിന് തന്നെയാണ്. അത് ഈ രണ്ട് പടങ്ങളിൽ വെച്ച് ഞാൻ പറയാണ്, അയാം ഗെയിമും ഖലീഫയും തമ്മിൽ വെച്ച് ഞാൻ പറയാം, പൃഥ്വിരാജ് തന്നെയാണ് ലുക്കിൽ തൂക്കിയത്, വേറെ സംശയമൊന്നുമില്ല. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു കുറച്ച് ലീക്ക്ഡ് ഫോട്ടോസ് ഇപ്പൊ അവസാനം പൃഥ്വിരാജ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. കിട്ടില്ല ഫോട്ടോസ്, ഓറ പിക്സ്. ആ ഒരു പിക്സ് വെച്ച് തന്നെ ഖലീഫയുടെ ഹൈപ്പ് കൂടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഹൈപ്പ് കൂടിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ട്രെയിലർ അയാം ഗെയിം റിലീസ് ചെയ്തപ്പോൾ അയാം ഗെയിമുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അയാം ഗെയിമുമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാം പലപ്പോഴും പല ആൾക്കാർക്കും കുറഞ്ഞു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ബട്ട് ആ ഒരു ഖലീഫയുടെ പോസ്റ്റേഴ്സും ആ ഒരു ലീക്ക്ഡ് പിക്സും എല്ലാം റിലീസ് ചെയ്യുമ്പോൾ എന്ത് ലുക്കാണ്, എന്ത് ഹൈപ്പാണ്. ട്രെയിലർ ഇറക്കി വിട്, ട്രെയിലറിൽ എന്തായാലും കത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അവർ പറയുന്നത്.